ഈ 2025 ഇനി നടക്കാൻ പോകുന്ന ഏക ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മാത്രമാണ് ഇനി അവസാന ഘട്ടത്തിൽ നടക്കാൻ പോകുന്നതെന്ന് പറയുന്നത്. അതിൽ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് ഇന്ത്യ സഖ്യം, അതോടൊപ്പം തന്നെ BJP NDA സഖ്യം, ഇതിൽ ആര് വിജയിക്കും എന്നുള്ളത് തന്നെയാണ്. നിലവിൽ NDA സർക്കാർ ഭരിക്കുന്ന ബീഹാറിൽ വമ്പൻ അട്ടിമറികൾ സംഭവിക്കുമോ? അവിടെ നിതീഷ് കുമാറിൻ്റെ കീഴിലുള്ള സർക്കാർ അവിടെ മാറിക്കൊണ്ട് ഇന്ത്യ സഖ്യത്തിൽ നിന്നും RJD സർക്കാർ ഉണ്ടാകുമോ? അവിടെ ഈ പറയുന്ന തരത്തിൽ കോൺഗ്രസിന് എന്തെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പല ചോദ്യങ്ങളും രാഷ്ട്രീയ വിശകലനങ്ങളും അതോടൊപ്പം തന്നെ സർവേ റിസൾട്ടുകളും കണക്കുകളും ഒക്കെ തന്നെ പുറത്തു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ബീഹാർ തെരഞ്ഞെടുപ്പ് ഈ വരാൻ പോകുന്ന ഒക്ടോബർ നവംബർ മാസങ്ങളിലായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ട് തന്നെ പലതരത്തിലുമുള്ള കണക്ക് കൂട്ടലുകൾ ഈ പറയുന്ന BJP NDA ഭാഗത്തു നിന്നുകൊണ്ടും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തു നിന്നുകൊണ്ടും അവിടെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പലതരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ തന്നെ അവിടെ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു രണ്ട് പാർട്ടികളും. അതുകൊണ്ട് തന്നെ എന്തൊക്കെ തരം ട്വിസ്റ്റുകളാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്? സർവേ പ്രകാരം ആർക്കാണ് അവിടെ മുൻതൂക്കം കൂടുതൽ, ആരാണ് അവിടെ വിജയിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് എന്ന ചോദ്യത്തിനൊക്കെയുള്ള ഒരു ഉത്തരമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ടുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. എങ്കിൽ പോലും നിലവിലത്തെ സാഹചര്യത്തിൽ പലതരത്തിലുമുള്ള കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും അവിടെ NDA സർക്കാർ തന്നെ അധികാരത്തിൽ വരാനായിട്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത കൂടുതലായിട്ട് തന്നെയാണ് ഈ ഒരു കണക്കിൽ നിന്നും വ്യക്തമാവുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് നിലവിൽ വന്നിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ ബീഹാറിൽ NDA JDU BJP NDA സഖ്യം അവിടെ നേടാൻ പോകുന്ന സീറ്റുകൾ 130-ൽ കൂടുതൽ സീറ്റുകൾ അവിടെ BJPക്ക് ലഭിക്കാനായിട്ട് തന്നെയാണ് സാധ്യതകൾ കൂടുതലായി ഇപ്പോൾ കാണപ്പെടുന്നത്. അതായത് JDU NDA സഖ്യം അവിടെ 130-ൽ കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കാൻ സാധ്യതയുണ്ട്. ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും RJD കോൺഗ്രസ് സഖ്യമൊക്കെ തന്നെ നോക്കുമ്പോഴത്തേക്കും അവിടെ 110ഓളം സീറ്റുകൾ നേടാനായിട്ടുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ പക്ഷേ നിലവിൽ ഒരു മുൻതൂക്കം അവിടെ BJP NDA സർക്കാരിന് തന്നെയാണ്, നിലവിൽ അവിടെ ഭരിക്കുന്ന സർക്കാരിന് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതുതന്നെയാണ് ഈ ഒരു സർവേ ഫലങ്ങളും അല്ലെങ്കിൽ ഈ ഒരു കണക്കുകൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതായത് 243 സീറ്റുകളിൽ BJP സംബന്ധിച്ചിടത്തോളം 130+, അതേസമയം കോൺഗ്രസ് അതുപോലെ തന്നെ RJD സഖ്യം അതിൽ അവർ നേടുന്ന സീറ്റുകളുടെ എണ്ണം അത് 110ഓളം സീറ്റുകളിൽ എത്താനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിൽ BJP NDA സർക്കാരിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ മുൻതൂക്കം എന്ന് പറയുന്നത്. ഒരു ടൈറ്റ് ഫൈറ്റ് പലയിടത്തും നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഈ സഖ്യത്തിൽ നോക്കുമ്പോഴത്തേക്കും BJP JDU സഖ്യത്തിൽ നോക്കുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കാനായിട്ട് സാധ്യത നിലനിൽക്കുന്നത് BJPക്ക് തന്നെയാണ്. BJP തന്നെയായിരിക്കും അവിടെ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടുക. JDUവിന് സീറ്റുകളുടെ കാര്യത്തിൽ ഗണ്യമായിട്ടുള്ള കുറവ് സംഭവിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ BJPയുടെ ആ ഒരു സീറ്റ് മുന്നേറ്റം അത് തീർച്ചയായിട്ടും ഭരണത്തിലേക്ക് എത്തിക്കാനായിട്ട് അവിടെ നിലവിൽ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാം. ഇനിയിപ്പോൾ നേരെ മറിച്ച് ഇന്ത്യ സഖ്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും, അതായത് RJD കോൺഗ്രസ് സഖ്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും ആ സഖ്യത്തിൽ, അതായത് RJD കോൺഗ്രസ് മാത്രമല്ല ആ സഖ്യത്തിൽ എല്ലാ പാർട്ടികളും ഉൾപ്പെടുന്ന ഒരു സഖ്യം തന്നെയാണ്, ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള ഒരു സഖ്യമാണ് അവിടെ ബീഹാറിൽ നിലനിൽക്കുന്നത്. ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിൽ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഈ പറയുന്ന തരത്തിൽ RJD തന്നെയാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കുന്നത്. കോൺഗ്രസിന് അവിടെ പ്രത്യേകിച്ച് റോളുകളൊന്നും ഇല്ല എന്ന് തന്നെ പറയാം. കുറച്ച് സീറ്റുകൾ കിട്ടിയാലായി കിട്ടിയില്ലെങ്കിലായി എന്നുള്ള മട്ടിൽ തന്നെയാണ് കോൺഗ്രസിന്റെ അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അവിടെ RJD തന്നെയാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടാനായിട്ടുള്ള സാധ്യത കൂടുതൽ. എല്ലാ ടോട്ടൽ പാർട്ടികൾ നോക്കുമ്പോഴത്തേക്കും അവിടെ BJP തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടുന്ന പാർട്ടിയായി മാറാൻ പോകുന്നത് എന്നാണ് ഈ ഒരു കണക്കിൽ നിന്നും വ്യക്തമാകുന്ന കാര്യമെന്ന് പറയുന്നത്. അങ്ങനെ നോക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വീണ്ടും NDA സർക്കാർ അധികാരത്തിൽ വരാനായിട്ടുള്ള സാധ്യതകൾ ഏറെ കൂടുതലാണ്. പക്ഷേ ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ടുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിൽ തന്നെ തീർച്ചയായിട്ടും ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വീണ്ടും പ്രതിപക്ഷത്തേക്ക് പോകേണ്ട ഒരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ മാറി മറിയാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത്. ഈ പറയുന്ന NDA സഖ്യം JDU BJP സഖ്യം വീണ്ടും അധികാരത്തിലെത്താനായിട്ടുള്ള സാധ്യതകൾ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് വരാനായിട്ട് ഇനിയും മാസങ്ങൾ ഉണ്ട്. പക്ഷേ തീർച്ചയായിട്ടും അവിടെ പലതരത്തിലുമുള്ള അട്ടിമറികൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അത് ഈ പറയുന്ന തരത്തിൽ BJPക്കും NDAക്ക് തന്നെ വീണ്ടും ഗുണകരമായി മാറുമോ, അതല്ല അവിടെ ഈ പറയുന്ന തരത്തിൽ കോൺഗ്രസ് അതോടൊപ്പം തന്നെ RJDക്ക് അനുകൂലമാകുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. കാരണം ഈ പറയുന്ന NDAക്കുള്ളിൽ തന്നെ JDUക്കുള്ളിൽ തന്നെ നിതീഷ് കുമാറിനെതിരെ പലതരത്തിലുമുള്ള
കാര്യങ്ങളൊക്കെ തന്നെ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ തന്നെ കോൺഗ്രസും RJDയും ഒക്കെ മുതലാക്കാനായിട്ട് പലതരത്തിൽ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ തന്നെ ജനങ്ങൾക്കിടയിൽ എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ അതൊന്നും തന്നെ BJPക്കോ അല്ലെങ്കിൽ NDAക്കോ പ്രത്യേകിച്ച് ദോഷകരമായി ഒന്നും തന്നെ ബാധിക്കാനായിട്ടുള്ള സാധ്യത കുറവായിട്ട് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ബാക്കിയെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. ബീഹാറിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? വരുന്ന തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും വീണ്ടും കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിന് ഒരു വലിയ തിരിച്ചടി തന്നെയാണോ ബീഹാർ കാത്തിരിക്കുന്നത്? അല്ലെങ്കിൽ ബീഹാറിൽ ജനങ്ങൾ എന്ത് തരം റിസൾട്ടാണ് അവിടെ ഇരു പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം, അതായത് ഈ പറയുന്ന തരത്തിൽ NDAക്കും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം എന്ത് തരത്തിലുള്ള റിസൾട്ട് ആയിരിക്കും ജനങ്ങൾ അവിടെ നൽകാനായി കാത്തിരിക്കുന്നത് എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ട കാര്യം തന്നെയാണ്.